الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما ومن تاب وعمل صالحا فإنه يتوب إلى الله متابا ബഹുമാനരായ സത്യവിശ്വാസികളെ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായുള്ള ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവിന്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും ജീവിതത്തിൽ മുറുകെ പിടിച്ച് ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികൾ റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടദാസന്മാർ എന്ന നിലക്ക് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങൾ സൂറത്ത് ഫുർഖാനിലെ 61 മുതലുള്ള ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കി വരികയാണ്. കഴിഞ്ഞ 9 ആഴ്ചകളിലായി പ്രധാനപ്പെട്ട 9 ഗുണങ്ങളെക്കുറിച്ച് ഏകദേശമായി നാം മനസ്സിലാക്കുകയുണ്ടായി. 68, 69 ആയത്തുകളിൽ മനുഷ്യർ ചെയ്യുന്ന വലിയ തിന്മകൾ, അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആ, അതേപ്രകാരം തന്നെ മനുഷ്യവധം, വ്യഭിചാരം, ഈ തിന്മകൾ ചെയ്യുന്നവരല്ല റഹ്മാനായ റബ്ബിന്റെ വിനീതദാസന്മാരായ അടിമകൾ. ആരെങ്കിലും ആ വ്യഭിചാരത്തോടടുത്താൽ നിന്ദ്യമായ നിലക്ക് പാപിയായി അവൻ മാറും, ഖിയാമത്ത് നാളിൽ ഇരട്ടി ശിക്ഷ അവർക്ക് ലഭിക്കും എന്ന് പറഞ്ഞ ശേഷം ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. മ്ലേച്ഛമായ ഈ തിന്മകൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരുടെ മുമ്പിൽ വെക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ റബ്ബ് വെച്ചിട്ടുള്ള അള്ളാഹുവിന്റെ വലിയൊരു കാരുണ്യമാണ് തൗബ എന്നത്. മനുഷ്യന്റെ പ്രകൃതി തിന്മകൾ ചെയ്തു പോകാൻ സാധിക്കുന്ന വിധത്തിലുള്ളതാണ്. ആ പ്രകൃതിയെ തന്നെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് പശ്ചാത്താപം, തൗബ എന്നുള്ളത്. പ്രവാചകന്മാർ അല്ലാത്ത മനുഷ്യരെല്ലാം പാപങ്ങൾ വന്നുപോകാൻ ഇടയുള്ള ആളുകളാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും സാഹചര്യങ്ങളുമൊക്കെ പലപ്പോഴും തിന്മ ചെയ്യാൻ, അല്ലെങ്കിൽ തിന്മയിലേക്ക് നമ്മളെ എത്തിക്കുന്ന വിധത്തിലുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, കുല്ലു ബനി ആദം ഖത്താഊൻ വഖൈറുൽ ഖത്താഈൻ അത്തവാബൂൻ. എല്ലാ മനുഷ്യരും പാപങ്ങൾ ചെയ്യുന്നവരാണ്. ആ തിന്മകൾ ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്നത് തൗബ ചെയ്യുന്നവരാണ്.
പശ്ചാത്താപമുള്ള മനസ്സിന്റെ ഉടമകളാണ്. ഹൃദയത്തിന്റെ മനസ്സിന്റെ ശുദ്ധിയാണ് തൗബ എന്ന് പറയുന്നത്. അതൊരു മുഅ്മിനിന്റെ ജീവിതത്തിന്റെ ഭാഗമാകണം എന്നതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പശ്ചാത്താപത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം, അതിന്റെ ആദ്യ പാഠം അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിൽ നിന്നാണ്. ആദം അലൈഹിസ്സലാമിന്റെ തൗബയെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കുന്നുണ്ട്. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച സന്ദർഭത്തിൽ തന്നിൽ സംഭവിച്ച അപാകതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മഹാനായ ആദം അലൈഹിസ്സലാം റബ്ബിനോട് നടത്തുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന, ഖാല റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ രണ്ടുപേരും പറഞ്ഞു. ആര്? ആദം അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പത്നിയും. ആദിപാപത്തിന്റെ കാരണം സ്ത്രീയാണ്, അതുകൊണ്ട് സ്ത്രീ മുഴുവൻ പാപിയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. വിശുദ്ധ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അവർ രണ്ടുപേരുമാണ് ഭക്ഷിച്ചത്, അതുകൊണ്ട് രണ്ടുപേരുമാണ് റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ പഴം കഴിച്ച സന്ദർഭത്തിൽ ആദം അലൈഹിസ്സലാമിന്റെ ഭാര്യ അതിനെ തടഞ്ഞില്ല എന്നത് അള്ളാഹു ഒരു വലിയ തെറ്റായി പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ കഴിച്ചത് രണ്ടുപേരുമാണ്, അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചതും രണ്ടുപേരുമാണ്. അവർ രണ്ടുപേരും റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ. ഞങ്ങളുടെ നാഥ, ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും വതർഹംനാ, ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. സൂറത്തു അഅറാഫ് 23-ാമത്തെ ആയത്തിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു എടുത്തുദ്ധരിക്കുന്ന പ്രാർത്ഥന നമ്മളത് മനഃപ്പാഠം പഠിക്കണം. നമ്മുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനയുടെ ഭാഗമായി അതിനെ മാറ്റുകയും ചെയ്യണം. ലോകത്ത് നടന്ന ഒന്നാമത്തെ തൗബയുടെ പ്രാർത്ഥനയാണ്, പശ്ചാത്താപത്തിന്റെ പ്രാർത്ഥനയാണ്. ആദം അലൈഹിസ്സലാമിന്റെ സന്തതികൾ എന്നുള്ള നിലക്ക് ജീവിതത്തിൽ നമ്മളിൽ തിന്മകൾ സംഭവിച്ചു പോകുമ്പോൾ, അപാകതകൾ സംഭവിച്ചു പോകുമ്പോഴെല്ലാം ഈ പ്രാർത്ഥനയെ മുൻനിർത്തിക്കൊണ്ട്, ഈ കാര്യങ്ങളെ മുൻനിർത്തി റബ്ബിനോട് നാം നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് തേടണം. എന്താണ് തൗബ? താബ എന്ന വാക്കിനർത്ഥം മടങ്ങി എന്നാണ്. തൗബ എന്നത് മടക്കമാണ്. നിഷ്കളങ്കമായ ഒരു അടിമയുടെ ഹൃദയം കാരുണ്യവാനായ അവൻ ഏറ്റവും സ്നേഹിക്കുന്ന റബ്ബിലേക്ക് മടങ്ങുകയാണ് തൗബ എന്ന് പറയുന്നത്. ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്നേഹം ഇതിനോടാണ്. ഭാര്യയോടല്ല, മക്കളോടല്ല, സമ്പത്തിനോടല്ല, ആസ്തികളോടല്ല, സുഹൃത്തുക്കളോടല്ല, ഭൗതികമായ ഒരു വിഭവത്തോടുമല്ല. അതിനോടൊക്കെ സ്നേഹം വേണം. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ഉപരിയായ സ്നേഹം റഹ്മാനായ റബ്ബിനോടാണ്. മുമ്പ് പല ഖുതുബയിലും സൂചിപ്പിച്ച പോലെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം, അമലി സ്വാലിഹാത്ത് ചെയ്യുമ്പോൾ അവന് കിട്ടുന്നൊരു നിർവൃതി അതുപോലെ മറ്റൊരു കാര്യം കൊണ്ടും ലഭിക്കില്ല. കാരണം ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോഴാണ് മനസ്സിന് ഏറ്റവും സന്തോഷം ഉണ്ടാവുക. മുഅ്മിന്റെ ഏറ്റവും വലിയ ഇഷ്ടം, ഏറ്റവും വലിയ സ്നേഹാരോടാണ്? റബ്ബിനോടാണ്. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട റബ്ബിനോട് കോപിക്കുന്ന ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് നോക്കി. ഈ ലോകത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്ത്, ഓഫീസിലെ നമ്മുടെ നിഴലിനോളം നമ്മളെ പിന്തുടരുന്ന പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ, അയാൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അബദ്ധത്തിൽ പറഞ്ഞു പോയാൽ, ഒരു തമാശ പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നിയാൽ എത്ര പ്രയാസം നമുക്കുണ്ടാകും. നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യയുമായി, നമ്മുടെ ഇണയുമായുള്ള ജീവിതത്തിനിടയിൽ എന്തെങ്കിലും അബദ്ധത്തിൽ നാവിൽ നിന്ന് വന്നിട്ട് അത് ഇഷ്ടപ്പെടാത്തതാണോ എന്ന് തോന്നിയാൽ എത്ര വിഷമം നമുക്കുണ്ടാകും. അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന റബ്ബിന് ഇഷ്ടപ്പെടാത്തതൊന്ന് എന്നിൽ നിന്ന് വന്നുപോയല്ലോ, പറഞ്ഞുപോയല്ലോ, ചെയ്തുപോയല്ലോ എന്ന് തോന്നുമ്പോ അപ്പോൾ റബ്ബിലേക്കുള്ള മടക്കമാണ് തൗബ എന്ന് പറയുന്നത്. പാപഭംഗിലമായ കഴിഞ്ഞുപോയ കാലങ്ങളെയും അവസ്ഥകളെയും ഓർത്ത് വേദനിക്കുന്ന ഒരു മനസ്സോടെ ഇനി ഒരിക്കലും ഞാൻ ആ തിന്മയിലേക്ക് തിരിച്ചു പോകില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാകണം. അതുകൊണ്ട് തൗബയെക്കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്കൊക്കെ പരിചയമുള്ള സൂറത്ത് തഹ്രീമിലെ 8-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം. എങ്ങനെ? തൗബതൻ നസൂഹാ. തൗബക്ക് അവിടെ അള്ളാഹ് കൊടുത്ത വിശേഷണം നസൂഹ എന്നതാണ്. നിഷ്കളങ്കമായിരിക്കണം, ആത്മാർത്ഥാകണം, മനസ്സ് തുറന്നു വെച്ച് അള്ളാഹിനോട് ചോദിക്കുന്ന വിധത്തിലാകണം. അങ്ങനെ നിഷ്കളങ്കമായ തൗബ ഒരടിമ ചെയ്യുമ്പോഴോ
റബ്ബിനുണ്ടാകുന്ന ഇഷ്ടം വളരെ വലുതാണ്. തൗബ ചെയ്ത് ശുദ്ധീകരണം നേടുന്ന ആളുകളോട് പടച്ചതമ്പുരാനുണ്ടാകുന്ന ഇഷ്ടവും സ്നേഹവും വളരെ വലുതാണ്. സൂറത്തു സുമർ 53-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴും നല്ല വിചാരമാകണം റബ്ബിനെ സംബന്ധിച്ചുണ്ടാകണം. എന്റെ റബ്ബെന്നെ കൈവിടില്ല, എന്റെ റബ്ബെന്റെ പ്രയാസം നീക്കിത്തരും, എന്റെ റബ്ബെന്റെ രോഗം സുഖപ്പെടുത്തിത്തരും, എന്റെ ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ എന്റെ റബ്ബ് നീക്കിത്തരും. നല്ല വിചാരം മാത്രമേ ഒരടിമക്ക് തന്റെ റബ്ബിനെ സംബന്ധിച്ച് ഉണ്ടാകാൻ പാടുള്ളൂ. ആ റഹ്മാനായ റബ്ബ് അടിമയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. വിശ്വാസികളെ, എന്റെ അടിമകളെ, സ്വന്തത്തോട് അതിക്രമം കാണിച്ചു പോയിട്ടുള്ള എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് പറയൂ പ്രവാചകരെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് കേട്ടോ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. തീർച്ചയായും അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാവാരിധിയാണ്. അതുകൊണ്ട് എത്ര തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും നിരാശപ്പെടാതെ മനസ്സ് തുറന്നുവെച്ച് ഇഖ്ലാസോടുകൂടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിലെല്ലാം പൊറുക്കുന്നവനാണ്, മറക്കുന്നവനാണ് റബ്ബ് എന്നാണല്ലോ പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ പ്രത്യേകത പലപ്പോഴും മറക്കാനും പൊറുക്കാനും തയ്യാറാവില്ല. എന്നാൽ അല്ലാഹു അങ്ങനെയല്ല, എല്ലാം പൊറുക്കുന്നവനാണവൻ. മാത്രവുമല്ല, സൂറത്തു അൻആം 54-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു റബ്ബിന്റെ വലിയൊരു ഗുണവിശേഷണം. കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാല ثم تاب من بعده وأصلح فأنه غفور رحيم. كتب ربكم على نفسه الرحمة. അല്ലാഹു സ്വയം തനിക്ക് നിർബന്ധമാക്കിയ ഒരു വിശേഷണമാണ് റഹ്മത്ത് എന്നത്. കാരുണ്യവാൻ പടച്ചതമ്പുരാൻ സ്വയം പ്രഖ്യാപിച്ചതാണത്. അല്ലാഹുവിന്റെ കാരുണ്യം വാക്കുകൾക്കതീതമാണ്. ആ റഹ്മാൻ അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാല, നിങ്ങളിൽ ആരെങ്കിലും അവിവേകത്തോടെ വല്ല തിന്മയും പ്രവർത്തിച്ചാൽ സുമ്മ തഅബ മിൻ ബഅദിഹി, പിന്നീട് അതിനുശേഷം തൗബ ചെയ്യുകയും കൂടുതൽ കാര്യം എടുത്തു പറഞ്ഞു, വ അസ്ലഹ, നന്നാക്കി തീർക്ക്, നന്മകൾ പ്രവർത്തിക്കുക, എങ്കിൽ ഫഅന്നഹു ഗഫൂറുർ റഹീം, അല്ലാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. അതുകൊണ്ട് തൗബക്ക് കൂടെ ഉണ്ടാകേണ്ടുന്ന ചില കാര്യങ്ങൾ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, അങ്ങേയറ്റത്തെ വ്യഥയാണ്, ആഴത്തിലുള്ള സങ്കടം അതെപ്പോഴും ഉണ്ടാകണം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പലപ്പോഴും നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുന്നുണ്ട്. അല്ലാഹുവേ, ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനം നീ എന്നെ അപമാനിക്കരുത്. ഇപ്പൊ ഞാൻ ചെയ്തത് ആരും കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞത് ആരും കേട്ടിട്ടില്ല. പക്ഷെ ഇത് മുഴുവൻ അല്ലാഹു ഹാജരാക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം സമൂഹത്തിൽ മാന്യനായി ജീവിച്ച എന്റെ മുഖം മൂടി അത് പിച്ചിച്ചീന്തിയിട്ട് റബ്ബേ അവിടെ നീ അപമാനിക്കരുത്. ആത്മാർത്ഥമായുള്ള ആഴത്തിലുള്ള സങ്കടം ഉണ്ടാവുക എന്നതാണ്. രണ്ട്, ഒരിക്കലും ഇനി ഞാൻ ആ തിന്മയിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന പ്രതിജ്ഞയെടുക്കുക. മൂന്ന്, ശിഷ്ടകാലം തെറ്റില്ലാതെ ജീവിക്കാനുള്ള സൂക്ഷ്മതയുണ്ടായിത്തീരുക. നാല്, എല്ലാ നിലക്കും റബ്ബിനോടും സൃഷ്ടികളോടുമുള്ള ബാധ്യതകൾ പൂർത്തീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോഴേ നമ്മുടെ തൗബ ഫലവത്തായി തീരുള്ളൂ. പ്രാർത്ഥിക്കുക, തൗബ ചെയ്യുക, പിന്നെയും പഴയ അതേ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുക. സാധാരണ പറയാറുള്ള പോലെ ഒരു റമദാൻ വരുമ്പോൾ ഉഷാറാവുക, പെരുന്നാളിന്റെ ദിവസത്തോടുകൂടി അത് മുഴുവൻ തന്നെ നശിപ്പിച്ച് കളയുക, പിന്നെ 11 മാസം തോന്നിയ പോലെ ജീവിക്കുക, അടുത്ത റമദാൻ വരുമ്പോൾ നന്നാവുക. അവിടെ നമ്മുടെ തൗബ കൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല. നിഷ്കളങ്കമാകണം, ആത്മാർത്ഥമാകണം. അത് മാത്രമല്ല, റബ്ബിനോടുള്ള കാര്യത്തിൽ തൗബ മതിയാകും. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. സാമ്പത്തികമോ ശാരീരികമായ ഏത് വിഷയത്തിൽ ബാധ്യതകളോ ഇടപാടുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് അവരെ കൊണ്ട് തന്നെ മാപ്പാക്കിക്കണം. അതുകൊണ്ട് എന്ത് വേണം? മയ്യത്ത് മിഹ്റാബിന്റെ മുമ്പിൽ വെച്ചിട്ട് മകനോ മരുമകനോ കുടുംബക്കാരനോ പറയാനുള്ള അവസരത്തിന് വേണ്ടി നീട്ടിവെക്കരുത്. നമ്മുടെ മുമ്പിലുള്ള മയ്യത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ ഇന്നയാളുടേതാണ്, നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട്,
ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാത്തത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കി കൊടുക്കണമെന്ന് മക്കൾ പറയുന്ന ആ നിമിഷം വരെ നീട്ടിവെക്കേണ്ടതില്ല സഹോദരങ്ങൾ. ജീവിക്കുന്ന കാലത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ആരെക്കൊണ്ടും പറയിപ്പിക്കാതിരിക്കാൻ, ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ, സാമ്പത്തികമായ അക്രമം ഒരാളോട് ചെയ്യാതിരിക്കാൻ. കാരണം റബ്ബിനോടുള്ളത് റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് മാപ്പാക്കും. പക്ഷേ ഈ കാര്യം സമസൃഷ്ടികളോടുള്ളത്, സഹോദരങ്ങളോടുള്ളത്, അത് നേർക്കുനേർ അവരുമായിട്ട് തന്നെ ഉത്തമമായ വിധത്തിൽ പൂർത്തീകരിക്കേണ്ടതാണ്. അത് പൂർത്തീകരിക്കാൻ സാധ്യമാകാത്ത വിധത്തിൽ പെട്ടെന്നാണ് നമ്മുടെ മരണമെങ്കിൽ നഷ്ടമായിരിക്കും. അതുകൊണ്ട് നല്ലത് മാത്രം പറയിപ്പിച്ചുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഞാനും നിങ്ങളും ശ്രമിക്കുക. മനുഷ്യന്റെ പ്രത്യേകത ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ തെറ്റിലേക്ക് നയിക്കുന്നുള്ളതാണ്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അക്കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. ഞാൻ എന്റെ നഫ്സിനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം മനുഷ്യന്റെ നഫ്സിന്റെ അവസ്ഥ അത് തിന്മക്ക് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും, കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ഏതൊഴികെ ഇല്ലാ മാ റഹിമ റബ്ബി, എന്റെ റബ്ബ് കരുണ ചെയ്തെങ്കിൽ ഒഴികെ. റബ്ബിന്റെ കാരുണ്യം കിട്ടിയിട്ടില്ലെങ്കിൽ മനസ്സിന്റെ തിന്മകൾക്കുള്ള പ്രചോദനത്തിന് നമ്മൾ വഴിപ്പെട്ടു പോകും. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം ആവശ്യമാണ് മുഅ്മിനായി ജീവിക്കാൻ. ആ മുഅ്മിനായുള്ള ജീവിതത്തിനിടയിൽ സംഭവിച്ചു പോകുന്ന പാകപ്പിഴവുകളെ അതാ നിമിഷം തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്നുവെച്ച് അള്ളാഹുവിനോട് മാപ്പാക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു പറയുന്നു, അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പാപങ്ങളൊക്കെ നിങ്ങൾക്ക് പുറത്തു തരാം, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. മുമ്പ് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ച ഒരു ഹദീസ്, മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൽഹഖുല്ലാഹു ലിറജുലൈൻ. രണ്ട് മനുഷ്യന്മാരെ ഓർത്തിട്ട് അല്ലാഹ് ചിരിക്കുകയാണ്. രണ്ട് മനുഷ്യന്മാരെ ഓർത്തിട്ട് അല്ലാഹ് ചിരിക്കുകയാണ്. ആരാണ് ആ രണ്ടാളുകൾ? യഖ്തുലു അഹദുഹുൽ ആഖർ കിലാഹുമാ യദ്ഖുലുൽ ജന്ന. അതിലൊരാൾ മറ്റേയാളെ കൊന്നാണ്, പക്ഷെ രണ്ടാളും സ്വർഗത്തിൽ. ഒരാൾ മറ്റേയാളെ കൊന്നതാണ്, ഒരാൾ മുഅ്മിനായിരുന്നു, മറ്റേയാൾ അവിശ്വാസിയായിരുന്നു. അങ്ങനെ ആ ധാർമ്മികമായ നന്മയുടെ മാർഗത്തിലുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഒരാൾ മറ്റേയാളെ കൊന്ന, പക്ഷേ രണ്ടുപേരും സ്വർഗത്തിൽ. കേട്ടപ്പോ സഹാബത്ത് അത്ഭുതം കൂറി. കൈഫ യാ റസൂലല്ലാഹ്, അതെങ്ങനെയാ റസൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, യഖ്തുൽ ഹാദാ ഫയലിജുൽ ജന്ന. ഇതിലൊരാള് മറ്റവനോട് പോരാടി, അവൻ ഫയുക്തൽ, അവൻ വധിക്കപ്പെട്ടു, അപ്പൊ അവൻ ഷഹീദായി, സ്വർഗോറപ്പാണല്ലോ. പക്ഷെ എന്ത് ചെയ്തു? ആ കൊല നടത്തിയവൻ സുമ്മയതൂബുല്ലാഹു അലൽ ആഖിർ, ആ കൊല നടത്തിയവൻ പിന്നീട് തൗബ ചെയ്തു. ആ തൗബ കാരണം ഫയഹ്ദിഹി ഇലൽ ഇസ്ലാം, അല്ലാഹു അവനെ ഇസ്ലാമിലേക്ക് വഴി കാണിച്ചു. സുമ്മ യുജാഹിദു ഫീ സബീലില്ലാഹ്, പിന്നെ അവൻ എന്തായി? അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തി. ഫൈസ്തഷ്ഹദ്, അവനും ഷഹീദായി. ആ രണ്ടാളും സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന രംഗോർത്ത് അള്ളാഹു ചിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആലോചിച്ച് നോക്കുക, ഒരാൾ മറ്റവനെ കൊന്നവനാണ്, ദീനിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നിഷേധി മറ്റേയാളെ കൊന്നതായിരുന്നു. പക്ഷേ ആ കൊല നടത്തിയ കൊലയാളി പിന്നീട് തൗബ ചെയ്ത് നന്നായി തീർന്ന് അവനും ഷഹാദത്തിന്റെ സൗഭാഗ്യമുണ്ടായി. രണ്ടുപേരും സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന രംഗമോർത്ത് അള്ളാഹു ചിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം മുസ്ലിം, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രയേറെ പാപങ്ങൾ പൊറുക്കുന്നവനാണ് കാരുണ്യവാനായ റബ്ബ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നിരന്തരമായി ഹൃദയം കൊണ്ട് മടങ്ങുക എന്നത്, പശ്ചാത്തപിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാവുക എന്നത് ജീവിതത്തിൽ നാം എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണ്. സുന്ദരമായ ഉപമയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗബയുടെ സന്ദർഭത്തിൽ അള്ളാഹുവിനുണ്ടാകുന്ന ഇഷ്ടം എത്രത്തോളാകും, ആ അടിമയോട് പടച്ചവനുണ്ടാകുന്ന സന്തോഷം എത്രത്തോളമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്നിട്ടുണ്ട്. യാത്രക്കാരനായിക്കൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര പോകുന്ന ഒരു മനുഷ്യൻ
തന്റെ ഭക്ഷണവും വെള്ളവും ചുവന്നിരുന്ന ഒട്ടകം നഷ്ടപ്പെട്ടുപോയി. തെരഞ്ഞുപിടിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട് ഒരു വൃക്ഷത്തണലിൽ ഇരിക്കുമ്പോൾ അയാൾ ഉറങ്ങിപ്പോകുന്നു. ഉറക്കിൽ നിന്ന് ഉണർന്ന സമയത്ത് നഷ്ടപ്പെട്ട ഒട്ടകം അയാളുടെ കൺമുമ്പിൽ വന്നു നിൽക്കുന്നു. പറയാണ്, അയാൾ അതിന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ട് അതിരറ്റ സന്തോഷത്തോടെ മരുഭൂമിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ഒട്ടകം നഷ്ടപ്പെട്ട ആ ഒട്ടകത്തെ പിന്നീട് തിരിച്ചു കിട്ടിയപ്പോ അതിരറ്റ സന്തോഷത്തോടെ അതിന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ട് അയാൾ റബ്ബിന് ശുക്ർ ചെയ്ത് പറയുന്നു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക. അല്ലാഹുവേ, നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ്. നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ്. പറയേണ്ട നേരെ വിപരീതമാണ്. റസൂലുള്ളാഹി പറയുന്നു, അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്. അതിയായ സന്തോഷം കൊണ്ട് പറഞ്ഞ വാക്ക് മാറിപ്പോയതാണ്. അങ്ങനെയാണല്ലോ പല മനസ്സിൽ അമിത സന്തോഷം ഉണ്ടാകുമ്പോ വിചാരിച്ചതല്ല നാവിലൂടെ വരും. ഈ മനുഷ്യനുണ്ടാകുന്ന സന്തോഷത്തിന്റെ ആധിക്യമാണ് റസൂലുള്ളാഹി ഉദാഹരിക്കുന്നത്. റബ്ബിനെ സ്തുതിച്ച് പറയുന്നത്, നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ്, നിനക്ക് സ്തുതി. ഇങ്ങനെ പറയാൻ കാരണം ഈ മനുഷ്യനുണ്ടായ സന്തോഷമാണ്. റസൂലുള്ളാഹി പറയുന്നു, ഇതിന് സമാനമാണ് പാപങ്ങൾ ചെയ്തു പോയൊരടിമ വിങ്ങുന്ന ഹൃദയത്തോടെ നിഷ്കളങ്കമായി അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷമെന്നാണ്. സമയത്തിന്റെ പരിധികൾ അവിടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം, അള്ളാഹിനോട് മാത്രമേ ഖേദിച്ചു മടങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ്. റബ്ബിനോട് മാത്രമേ ആ കാര്യം ചോദിക്കാനും പാടുള്ളൂ എന്നതാണ്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഖസ്രിൻ വഅദത് ലക അഷ്കു ഫീ ദുആ സയ്യിദി ഖൈറൻ നബി എന്ന് പറയുമ്പോ എണ്ണമറ്റ പാപങ്ങൾ ഞാൻ ചെയ്തുപോയി, തെറ്റുകളാകുന്ന വാഹനപ്പുറത്ത് ഞാൻ കയറിയിരിക്കുന്നു. പ്രവാചകന്മാരുടെ നേതാവായ അങ്ങയിലേക്ക് ഇതാ ഞാൻ ഖേദിച്ചു മടങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് റസൂലിനോടാണ് ആ പ്രാർത്ഥന. അതുകൊണ്ട് അത് പാടില്ല എന്ന് പറയുന്നു. കാരണം സൂറത്ത് ആൽ ഇംറാൻ 135-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. പാപങ്ങൾ പൊറുക്കുന്നവനല്ല അള്ളാഹു അല്ലാതെ വേറെ ആരാണ്? അല്ലാഹു അല്ലാതെ പാപം പൊറുക്കുന്ന ഒരാളില്ല. അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കാനുള്ള ചോദ്യം റബ്ബിനോട് മാത്രമാകണം എന്നത് ഇസ്ലാമിന്റെ കണിശമായ നിർദ്ദേശമാണ്. പ്രവാചകന് പോലും നമ്മുടെ പാപങ്ങളെ മായ്ച്ചു തരാൻ കഴിയില്ല. ഗഫൂർ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുലേക്കാകണം തൗബ ചെയ്ത് മടങ്ങേണ്ടത്. അതിന്റെ സമയം ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗഗ്ഗിർ. തൊണ്ടക്കുഴിയിലെത്തുന്നവരെ മാത്രം. ആ സമയത്ത് ഏതൊരു മനുഷ്യൻ പറയും, ഫിറൗനും പറഞ്ഞിട്ടുണ്ട്, ആല്ലാൻ ഇപ്പോഴാണോ എന്നാണ് പരിഹാസപൂർവ്വം അള്ളാഹ് ചോദിച്ചത്. അവിടേക്ക് വേണ്ടി നമ്മളൊന്നും നീട്ടിവെക്കരുത്. രണ്ടാമത്തേത്, മൻ താബ ഖബല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പ് ആര് തൗബ ചെയ്യുന്നുവോ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. അഥവാ അന്ത്യദിനത്തിന്റെ അവസാന തടയാണ്. അത് വരുന്നതിന് മുമ്പ് തൗബ ചെയ്യുന്നവരാകണം നമ്മൾ. പശ്ചാത്താപത്തിന്റെ തൗബയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂനഹു വല്ലാഹു ഗഫൂറുർ റഹീം. സൂറത്ത് മാഇദ 74 അല്ലാഹു പഠിപ്പിച്ചു തരുന്നു, അല്ലാഹു പാപങ്ങളൊക്കെ പുറത്തു തരും, ശുദ്ധീകരിച്ചു തരും നമ്മളെ. അതാണ് തൗബയുടെ ഏറ്റവും വലിയ ഗുണം. രണ്ടാമത്തേത്, റബ്ബിന്റെ ഇഷ്ടം അങ്ങേയറ്റം നമുക്ക് ലഭിക്കും. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. വലിയ ആശയം അടങ്ങിയിട്ടുള്ള വചനമാണ്. തൗബ ആന്തരികമായ വിശുദ്ധിയാണ്, തഹാറത്ത് ബാഹ്യമായ വിശുദ്ധിയാണ്. ഈ തവ്വാബീങ്ങളെയും മുതതഹ്ഹിരീങ്ങളെയും രണ്ട് വിഭാഗത്തെയും അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. സൂറത്ത് ബഖറ 222-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു, റബ്ബിന് ഇഷ്ടം കൂടും. ഐഹിക ജീവിതത്തിൽ പോലും അതിന്റേതായ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ വയുതി കുല്ലദി ഫളലിൻ ഫളല. സൂറത്ത് ഹൂദ് 3-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തണം, പിന്നീട് അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല വിഭവങ്ങൾ തരും. ഐഹിക ജീവിതത്തിൽ അതിന്റെ നല്ല ഫലങ്ങൾ ഉണ്ടാകും. മഴ ലഭിക്കും, ശക്തി വർദ്ധിപ്പിച്ചു തരും എന്നൊക്കെ സൂറത്ത് ഹൂദ് 52-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറൻ വയസിദുകും ഖുവ്വതൻ ഇലാ ഖുവ്വതികും. മഴയോട് നിങ്ങൾക്കുള്ള ശക്തി വർദ്ധിപ്പിച്ചു തരും. ഇതേ പ്രകാരം തന്നെ സൂറത്ത് നൂഹിൽ മഴ തരും,
ശക്തരായ മക്കളെ നൽകും, സ്വത്ത് നൽകും എന്നൊക്കെ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് ദുനിയാവിൽ തന്നെ കിട്ടുന്ന ഗുണങ്ങളാണ്. പരലോകത്ത് ഏറ്റവും വലിയ സൗഭാഗ്യം വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് വിജയികളാകണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുക എന്നാണ് പടച്ച റബ്ബ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഇബാദുർ റഹ്മാന്റെ ഗുണഗണങ്ങൾ, വിശേഷണങ്ങൾ സൂചിപ്പിക്കുന്നിടത്ത് 10ാമത്തെ പ്രധാനമായ ഗുണമായി അള്ളാഹു പഠിപ്പിക്കുന്ന ഈ സ്വഭാവം, ഖേദിച്ചു മടങ്ങുക, റഹ്മാനായ റബ്ബിനോട് മനസ്സറിഞ്ഞ് മനസ്സ് തുറന്നു വെച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, സംഭവിച്ചു പോകുന്ന ഓരോ പാകപ്പിഴവുകളെയും തേച്ചുമായിച്ച് നമ്മെ ശുദ്ധീകരിക്കാൻ, പരലോകത്ത് വിജയിപ്പിക്കാൻ. അങ്ങനെ തൗബയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമകളായി നമ്മൾ മാറുമ്പോഴേ ഈ പറഞ്ഞ ഗുണവിശേഷണത്തിന് കാരുണ്യവാനായ റബ്ബിന്റെ ഉത്തമരായ അടിമകളെന്ന ആ ഇബാദുർ റഹ്മാന് നമ്മൾ അർഹരായിത്തീരുന്നുള്ളൂ. കാരുണ്യവാനായ നാഥൻ തൗബയെ ജീവിതത്തിലെ ഒരു സ്വഭാവമായി സ്വീകരിച്ച് അതുവഴി ഇരു ലോകത്തും വിജയം നേടാൻ സാധിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على النبي وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളെ നന്നാക്കാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇബാദുർ റഹ്മാന്റെ ഗുണഗണങ്ങൾ വിശദീകരിച്ച സന്ദർഭത്തിൽ തൗബ എന്ന ഉത്തമമായ ഗുണത്തെ കുറിച്ച് പറഞ്ഞ ശേഷം അതിന് അനുബന്ധമായി അള്ളാഹു പറഞ്ഞൊരു കാര്യം, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. തൗബ ചെയ്യുകയും രണ്ടാമത്തെ കാര്യം അതിന്റെ കൂടെ പറഞ്ഞത് വആമന, ഈമാൻ ഉൾക്കൊള്ളുക, ശരിയായ നിലക്ക് വിശ്വസിക്കുക. 3 വഅമില അമലൻ സ്വാലിഹ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. തെറ്റ് സംഭവിച്ചാൽ തൗബ ചെയ്യണം, ഉടനെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ആ സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, എന്റെ ഇന്ന കർമ്മം പരിഗണിച്ചുകൊണ്ട് നാഥ എന്നിൽ നിന്ന് സംഭവിച്ചുപോയ ഈ വീഴ്ച നീ എനിക്ക് മാപ്പാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അള്ളാഹു അവരുടെ തിന്മകളെ അവരുടെ നന്മകളാക്കി പകരം വെക്കും, തിന്മകളെ നന്മയാക്കി മാറ്റും. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. സൂറത്ത് ഫുർഖാനിലെ 70ാമത്തെ ഈ ആയത്ത്, തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുകയും ഖേദിക്കുന്ന മനസ്സോട് ആ പാപത്തെക്കുറിച്ചോർത്ത് ഈമാൻ വർദ്ധിപ്പിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സംഭവിച്ചുപോയ വീഴ്ചകൾക്ക് പകരം അല്ലാഹു അതിനെയൊക്കെ നന്മയാക്കി മാറ്റും. ഈ ആയത്ത് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ തഫ്സീർ ഇബ്നു കഥീറിൽ നമുക്ക് കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഒരു കാര്യം. റസൂലുള്ളാഹിയിൽ നിന്ന് ഈ ആയത്ത് കേട്ട, ആയത്തിന്റെ വിശദീകരണം കേട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, യദ്ഖുലു അഹ്ലുൽ ജന്ന അൽ ജന്ന അലാ 4 അസ്നാഫിൻ, സ്വർഗ്ഗക്കാര് 4 വിഭാഗക്കാരായിട്ടാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. അല്ലാഹു സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ 4 വിഭാഗത്തിൽ ഒന്നാരാണ് അൽ മുത്തഖീൻ, അങ്ങേറ്റത്തെ തഖ്വയോടുകൂടി ജീവിച്ച ആളുകൾ, അവർ സ്വർഗാവകാശികളാണ്. 2 സുമ്മശാകിരീൻ, രണ്ടാമത്തെ ഗുണം ശുക്റുള്ളവരാവുക, അൽഹംദുലില്ലാ പറയുന്നവരാകുക, അല്ലാഹു ചെയ്തെന്ന അനുഗ്രഹത്തെ എപ്പോഴും നന്ദിയോടുകൂടി ഓർക്കുക. സ്വർഗത്തിലേക്ക് പോകുന്ന 3ാമത്തെ വിഭാഗം സുമ്മൽ ഖായിഫീൻ, ജീവിതത്തിൽ ഖൗഫ്, ഭയം, പടച്ചവനെ കുറിച്ചുള്ള പേടി, ഓരോ സമയത്തും സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഓരോ അവയവങ്ങളെ ഉപയോഗിക്കുന്നിടത്ത് പെരുമാറ്റത്തിന്റെ സ്വഭാവത്തിന്റെ മുഴുവൻ മേഖലകളിലും പടച്ചവനെ കുറിച്ചുള്ള ഖൗഫ് ഇത് വെച്ചു പുലർത്തുന്നവർ. 4ാമത് സുമ്മ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീൻ, ഹദീസ് ഉദ്ധരിച്ച സഹാബി പറയാണ്, ഖുൽതു ലിമ സമ്മു അസ്ഹാബുൽ യമീൻ, എന്താണ് അവരെ അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാരെന്ന് വിളിക്കാൻ കാരണം? അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നൽകുന്ന മറുപടിയാണ്, ലിഅന്നഹും അമിലുൽ ഹസനാതി വസ്സയ്യിആത്ത്,
അവര് നന്മകളും തിന്മകളും ഒക്കെ ചെയ്തു പോയിരുന്നു. അങ്ങനെ അവരുടെ വലത് കൈയിൽ അവരുടെ കർമ്മരേഖ നൽകപ്പെടുന്നു. സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകളാണ്, പക്ഷെ മനുഷ്യരെന്നുള്ള നിലക്ക് ചില തിന്മകൾ അവരിൽ സംഭവിച്ചു പോയിരുന്നു. അല്ലാഹു വലത് കൈയിൽ അവർക്ക് രേഖ കൊടുക്കുന്നു, സൗഭാഗ്യവാന്മാണ് അവർ. പക്ഷെ ആ വലത് കൈയിൽ ലഭിച്ച കർമ്മരേഖയിൽ അവർ ആദ്യം കാണുന്നത് എന്താണ്? തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളാണ്. അത് ഹർഫം ബി ഹർഫായിട്ട് വായിച്ചിട്ട് അവര് റബ്ബിനോട് ചോദിക്കുകയാണ്, യാ റബ്ബനാ ഹാദിഹി സയ്യിആതിനാ, ഞങ്ങളുടെ റബ്ബേ ഇത് ഞങ്ങളുടെ തിന്മകളാണല്ലോ, ഫൈന ഹസനാതുന, ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തിരുന്നല്ലോ, അതൊക്കെ ഇവിടെ ആ ചോദ്യത്തിന്റെ സന്ദർഭത്തിലാണ് അല്ലാഹുവിന്റെയും അവരുടെ ആ തിന്മകളെയൊക്കെ മായ്ച്ചു കളയുകയും അതിനെയെല്ലാം ഹസനാത്തുകളാക്കി മാറ്റുകയും ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യരെന്നുള്ള നിലക്ക് സംഭവിച്ചു പോകുന്ന തിന്മകളെ, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നതിനിടയിൽ സംഭവിച്ചു പോകുന്ന പാളിച്ചകളെ മനസ്സറിഞ്ഞ റബ്ബിന്റെ മുൻപിൽ തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നാൽ പരലോകത്ത് അല്ലാഹു അത് കാണിക്കും. അത് റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഭയപ്പെടുക സമയത്ത് മുഅ്മിൻ നരകം ഉറപ്പാണ് എന്ന് അവൻ വിചാരിക്കും. അപ്പോഴാണ് അള്ളാഹു തന്നിലേക്ക് ചേർത്ത് പിടിക്കുക, ഇന്നിന്ന തകരാറുകൾ നിന്നിൽ സംഭവിച്ചു പോയിരുന്നു, പക്ഷെ ഞാനതൊക്കെ മാപ്പാക്കിയിരിക്കുന്നു എന്ന് അവനെ അറിയിക്കുകയും സ്വർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് തലങ്ങളിലും വന്നുപോകുന്ന പാകപ്പിഴവുകളെ ആത്മാർത്ഥമായി റബ്ബിന്റെ മുമ്പിൽ മനസ്സ് തുറന്നുവെച്ച് അല്ലാഹുവിന്റെ റഹ്മാൻ, റഹീം, ഗഫൂർ എന്ന നാമഗുണവിശേഷണങ്ങളെ മുൻനിർത്തി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, സൂക്ഷ്മത പാലിക്കുക. ഈ സച്ചരിതരായ ആളുകളിൽ ഉൾപ്പെടണമേ എന്ന് നിരന്തരമായി റബ്ബിനോട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. അല്ലാഹു സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ലക്കൽ ഹംദു ബിൽ ഖുർആൻ വലക്കൽ ഹംദു ബിൽ ഇസ്ലാം. സല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ത്വലാത്തി യാ ഖാളിയൽ ഹാജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم أرنا الحق حقا وارزقنا اتباعه اللهم أرنا الباطل باطلا وارزقنا اجتنابه اللهم اجعل القرآن ربيع قلوبنا يا رب العالمين اللهم حسن مرادنا يا رب العالمين اللهم سهل أمورنا يا رب العالمين اللهم لا سهل إلا إذا جعلته سهلا وأنت تجعل الحزن إذا شئت سهلا اللهم يا أرحم الراحمين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر ذنوبنا يا رب العالمين اللهم انصر إخواننا في فلسطين اللهم انصرهم واشف مرضاهم وتقبل شهداءهم ربنا إننا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.